ഹലോ. ആ ഏത് ആ പഞ്ചായത്ത് ഓഫീസിന് വളവി കാണുന്ന സ്ഥലത്തിന് 5 ലക്ഷം രൂപയെ? എടാ സ്ഥലത്തിന് വീല് വല്ലതും ഉണ്ടോ പടേ? അല്ല ഉരുട്ടിക്കൊണ്ട വയറ്റിലെ ഹബിനെടുത്ത് വെക്കാനാ, അല്പം കൂടി വില കിട്ടുമല്ലോ. വെച്ചിട്ട് പോടപടേ. ഇവനൊക്കെ ടിപ്പർ കയറ്റി കൊല്ലണം. ആ ഇതൊരു 2.5 ഏക്കറോളം വരും. ഇന്നലെ BLF വന്ന് നോക്കിയതാ. അവർക്ക് സ്ഥലം ഇഷ്ടമായി. പക്ഷെ ഒറ്റ ബാക്കി കച്ചവടം പോയി. അതെന്താ? ഞാൻ അവരോട് പറഞ്ഞു സ്ഥലം ഇഷ്ടമായെങ്കിൽ 2 ലക്ഷം ടോക്കൺ കൊടുക്കാൻ. ഉടനെ അവരിലൊരുത്തം പറയുക 2 ലക്ഷം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ബോസ് ഒറ്റ കീറ. 2 ലക്ഷം എന്ന് പറഞ്ഞ് അവന്റെയൊക്കെ മുട്ടുപറിച്ചു. ഇവനൊക്കെയാണ് 30 കോടിയുടെ ബിസിനസ് നടത്താൻ വന്നേക്കണത്. ഒന്ന് പോകാൻ പറയണ അവരോട് എന്ന് പറഞ്ഞ് ബോസ് വണ്ടി കീറി ഒറ്റ പോക്ക. കഴിഞ്ഞില്ലേ എല്ലാം. ഞങ്ങൾ ടോക്കൺ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടനെ കണ്ടപ്പോഴും എനിക്ക് തോന്നി ആളൊരു ബുദ്ധിമാനാണെന്ന്. ആ ഞങ്ങൾക്ക് നല്ല ബുദ്ധിയാ. ഞങ്ങൾക്ക് ഈ ബോസിനെ എപ്പോ കാണാൻ പറ്റും? അയ്യോ അത് പറയാൻ പറ്റില്ല. വന്നാ പറയാൻ വന്നു. മിനിയാവുന്ന അമേരിക്കയിലായിരുന്നു, ഇന്നലെ ബോട്സ്വാനയിലായിരുന്നു. എന്നെ വിളിച്ചിരുന്നു. ഇന്ന് എവിടെയാണോ എന്തോ. പക്ഷേ നിങ്ങൾ വരുന്ന കാര്യം ഞാൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. സ്ഥലവും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ നമുക്ക് എഗ്രിമെന്റ് ഒക്കെ ഓഫീസിൽ നിന്ന് ചെയ്യാം. എന്താ? ആ നിങ്ങളുടെ ഭാഗ്യം, ദേ ബോസ് വരണുണ്ട്. വന്ന വരവ് കണ്ട. ആ ബോസ് നമസ്കാരം. വന്നാട്ടെ ബോസ്. ഇവരാണ് നമ്മുടെ സ്ഥലം മേടിക്കാൻ വന്ന ആൾക്കാർ. Hey, I'm Prem. Hi. Hello. So, you like this piece of shit? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. Then it's a deal. ബാലു, ഇവർക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കും. അത് ഞാൻ കൊടുക്കും. സിറ്റിയിൽ എനിക്ക് വേറെയും സ്ഥലമുണ്ട്. ഇത് മുഴുവൻ പാവം പപ്പ US കിടന്നുണ്ടാക്കിയതാ. ഇതൊക്കെ വിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹരമാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള. What do you say, dude? ടോക്കൺ റെഡിയാണ്. Check? ഇൻ ക്യാഷ്. Sorry, ക്യാഷ് ഞാൻ വാങ്ങാറില്ല. Transactions എല്ലാം only through bank. I believe in white money. Please excuse. Oh. We'll do one thing. You have net banking, I suppose. Sure. Yeah. All right, transfer the money to my account. We'll give you details. My account details. Okay. What's up? കണക്ടിവിറ്റി ഇല്ല. Oh, lousy connectivity. ഇതാണ് ഈ നാടിന്റെ കുഴപ്പം. അതിനൊക്കെ US-ൽ. Wow. ബാലു ബസ് നീ ഒരു കാര്യം ചെയ്യ്. 2 lakhs വാങ്ങിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്ക്. എന്നിട്ട് ആ കാശിന് എന്റെ ഫെററി ടയർ ഒന്ന് മാറ്റിയിട്. ഓക്കെ, I'll see you guys. കണ്ട പുലിയാ പുലി. ബാലു ബാലു നീ എവിടെയാ? ആ ഞാൻ നിന്റെ ഫെറാറിന്റെ ടയർ മാറുവാ. അവന്റെ ഒരു ഫെറാറ. ഇവിടെ സ്ഥലം വാങ്ങാൻ കാണിച്ചു കൊടുക്കുന്ന ലോകത്തെ ആദ്യത്തെ ബ്രോക്കർ നീയാ. വിൽക്കണ മുതലാളി ഞാനും. നേരം വെളുക്കുമ്പോ പോലീസുകാർ വരാതിരുന്നാ മതി. മണ്ടന്മാർക്ക് പുറത്തു പറയാൻ പറ്റില്ല. അതെന്താ? കോണ്ടിനെന്റൽ ഗ്രൂപ്പ് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുന്നേ അതിന്റെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യാത്ത പോഴന്മാര്. അതങ്ങനെ ഇവന്മാരൊക്കെ ഇപ്പൊ റിയാലിറ്റി ഷോയുടെ പുറകല്ലേ. 1 കോടി രൂപ സമ്മാനം കൊടുക്കണേ. അപ്പോ 2 ലക്ഷം രൂപയൊക്കെ കണ്ണടച്ചു. 2 ലക്ഷോ? അപ്പൊ ആ കമ്പ്യൂട്ടറുടായി പോയി അവരുടെ അക്കൗണ്ടിൽ നിന്ന് നിന്റെ കള്ള അക്കൗണ്ടിലേക്ക് മാറ്റിയ 2 ലക്ഷോ? ഓഹോ അതുകൊണ്ടല്ലേ. അപ്പൊ മൊത്തം 4 ലക്ഷം രൂപ. കൊള്ളാം. കളയലേ സർക്കാർ സെക്സ് ഏർപ്പെടുത്തിയേക്കണ 200 സാധനം 250. എടാ മണ്ട, സെക്സ് അല്ല സെസ്. സെക്സ് ആയാലും കളരങ്ങട് വളരട്ടെ. ID കാർഡ്. ഫോട്ടോയിൽ ഇത്തിരി നന്നായിട്ടുണ്ടല്ലേ. ഇപ്പൊ ഇത്തിരി ക്ഷീണിച്ചു. യുനോ ട്രാവലിംഗ് വേൾഡ് വൈഡ്. പീറ്റർ ഡേവിഡ് പോളക്കാട്ടിൽ. ഈ ഡേവിഡ് അച്ഛന്റെ പേരാണല്ലേ? ഈ പപ്പടൻ അമ്മ പറഞ്ഞുള്ള അറിവാണ്. ഈ പോളക്കാട്ടിൽ അതൊരു അഭിമാന പ്രശ്നമാണ്. പണ്ട് പോളക്കാട്ടുകാരെന്ന് പറഞ്ഞ അപ്പീലില്ല. പക്ഷേ ഇപ്പൊ പഴയ പ്രതാപമൊന്നും ഇല്ല കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ പീറ്റർ ഒപ്പിട്ടോളൂ. Can I have a pen? പ്രേമോ? ആർക്ക് പ്രേമോ? എനിക്ക് അവളോട് പ്രേമമില്ല, ഒരു മണം കെട്ടില്ല. എടാ അത് നീ മിണ്ടരുത്. ഈ പോളക്കാട്ടുകാരെ അങ്ങനെ വളയ്ക്കാൻ കിട്ടൂല. നീ അവളോട് ചെന്ന് പറഞ്ഞത്. ബാലു നീ ഒന്നും പറയണ്ട. ഈ പീറ്റർ ഇപ്പൊ വരും. നീ പോ. സോറി സർ, ഓരോരോ പ്രശ്നങ്ങളെ. പീറ്റർ ഒപ്പിടാം. ഫോർജറി, ചീറ്റിംഗ്, ഇംപെർസനേഷൻ, അങ്ങനെ ഒരുപാട് ചാർജസ്. ബലം പിടിക്കില്ല, നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് പോയേക്കാം. ഇങ്ങോട്ട് വാടാ.
പറയണ്ടടാ തിണ്ടി. എടാ ഞാൻ അത് പറയാനാണ് വന്നത്. ഇടി കൊള്ളുമ്പോ എന്റെ പേരൊന്നും പറയല്ലേ. ഗുഡ് ബൈ. ഹലോ, ആ പഞ്ചായത്ത് ഓഫീസിന്റെ വളവിൽ കിടക്കുന്ന സ്ഥലം. സാറേ ഭയങ്കര ലാഗാണ് കേട്ടോ. എത്ര നേരമായി എന്നെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇതൊരുമാതിരി അവാർഡ് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറിയ പോലെ. ഞാൻ പോവാ. ഓക്കെ പ്രേം, എവിടെയാടോ അടുത്ത ഫ്രോഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എന്നാര് പറഞ്ഞു? പേരിൽ ഈ കണ്ട ചാർജ് മുഴുവൻ ഉണ്ടായിട്ടും നിന്റെ മേത്തൊരു പിടി പൂടി വീഴാതെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് you're pretty much my business dude. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യണം. നീ ഫാസ്റ്റ് ബക്കിന്റെ ഉസ്താദല്ലേ? എൻ്റെ ഓഫർ ഒരു ജാക്ക് പോട്ടാണ്. എത്രയാ? $300,000 which means 1.5 കോടി രൂപ. ആരാ ചാമ്പണ്ടേ? നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ആർക്കോ ഉള്ളൊരു കൊട്ടേഷൻ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. എനിക്ക് തെറ്റിയില്ല, നീ മിടുക്കനാ. ലിസൺ, അധികം ചോദ്യം ഉത്തരവൊന്നുമില്ല. കളി ബാങ്കോക്കിലാണ്. കാര്യം നടന്നു കഴിഞ്ഞാൽ പറഞ്ഞ പണവും റിട്ടേൺ ടിക്കറ്റും. ഇൻട്രസ്റ്റിംഗ്. പക്ഷെ അത് ശരിയാവില്ല. ഒരാളെ തട്ടാനുള്ള ഫിസിക്കൽ സ്ട്രെങ്തോ സ്കില്ലോ ഒന്നും എനിക്കില്ല. മനസ്സുണ്ടല്ലോ, ഒരു കൂൾ കാൽക്കുലേറ്റിംഗ് റെഡിനെസ്, അത് മതി. മോനെ, നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ നിന്നെ ഈ പണിക്ക് പിക്ക് ചെയ്തത്. നീ ഇൻ്റലിജൻ്റ് ആണ്, ഇൻഫോംഡ് ആണ്, ഒട്ടും സെൻറ്റിമെൻ്റലും അല്ല, ആൻഡ് നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ, സംശയത്തിൻ്റെ ഒരു കണിക പോലും ബാക്കി വയ്ക്കാതെ ഒരാളെ ഈ ഭൂമുഖത്ത് നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ നിന്നെപ്പോലെ ഒരു സ്മൂത്ത് ഓപ്പറേറ്ററാണ് എനിക്ക് ആവശ്യം. യുവർ ബ്രെയിൻസ് ആൻഡ് ബോൾസ് ടു. Can we have a drink? നോ, നമുക്കിടയിൽ സൗഹൃദമില്ല. ഉള്ളത് ഒരു കരാറ് മാത്രം. ഗോ ഗെറ്റ് യുവർ സെൽഫ് മോർ ദാൻ എ ഡ്രിങ്ക്.